കഴിഞ്ഞിട്ടും ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഓരോ ഹറക്കാത്ത് സക്കനാത്തുകൾ മുഴുവനും ചരിത്രങ്ങളിലൂടെ ഹദീസുകളിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഖിയാമത്ത് നാളോളം വരുന്ന ഉമ്മത്തീങ്ങൾക്ക് ഇനി ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് വരെ ആ പ്രവാചകന്റെ സന്ദേശം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്തുണ്ടാക്കി വെച്ചിട്ടാണ് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു പോയത്. 23 വർഷത്തിന് ശേഷമുള്ള ജീവിതത്തിലൂടെ പ്രവാചകനക്ക് 40-ാമത്തെ വയസ്സിലാണ് നബിയായത്. നബിയായതിനു ശേഷം 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ 23 കൊല്ലം കൊണ്ട് ലോകത്ത് വലിയ വിപ്ലവം സിദ്ധിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ നബി തങ്ങളുടെ അവസാനത്തെ ഒരു ഹജ്ജ്, ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ നബി തങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജത്തുൽ വിദാഇ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വിടവാങ്ങലിന്റെ പ്രഭാഷണമാണ്. അറഫാ മൈതാനിൽ വെച്ചുകൊണ്ട് ലക്ഷക്കണക്കായ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്തായിരുന്നു ആ ഉത്തരവാദിത്വം എന്നറിയോ? എന്റെ സന്ദേശമുണ്ടല്ലോ, അത് ഇവിടെ ഹാജറുള്ള ആളുകൾ, ഗായിബായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന സന്ദേശമാണ്. ഗായിബായ മറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളോളം വരുന്ന ജനസമൂഹത്തിന്റെ ആ പ്രവാചകന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം സ്വഹാബത്തിന് ഏൽപ്പിച്ചിട്ടാണ് പ്രവാചകൻ പോയതെങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുഅ്മിനേ നിങ്ങൾക്ക് പ്രവാചകനിൽ വ്യക്തമായ മാതൃകയുണ്ട്. നിങ്ങൾ മാതൃകയാക്കേണ്ടത് പ്രവാചകനെയാണ്. പ്രവാചകൻ എങ്ങനെ ജീവിച്ചു, പ്രവാചകൻ എങ്ങനെ നടന്നു, പ്രവാചകൻ എങ്ങനെ പുഞ്ചിരിച്ചു, പ്രവാചകൻ എങ്ങനെ ഭക്ഷണം കഴിച്ചു, പ്രവാചകൻ ആയിഷയോട് എങ്ങനെ പെരുമാറി, പ്രവാചകൻ ഫാത്തിമയോട് എങ്ങനെ പെരുമാറി, ഇതെല്ലാം ഹദീസുകളിലൂടെ ക്രോഡീകരിക്കപ്പെട്ടതാണ്. സ്വഹാബത്ത് മുഴുവനും നബി തങ്ങളെ പിന്നാലെ കൂടാനാണ് പതിവ്. എന്തിന്? നബി തങ്ങളെ മാതൃകയാക്കാൻ. നബി തങ്ങൾ നടക്കുന്ന നടത്തത്തിന്റെ ഓരോ ചവിട്ടടി പോലും സ്വഹാബത്ത് മാതൃകയാക്കിയിരുന്നു എന്ന് ഹദീസിൽ പറയുമ്പോൾ ലോകത്തൊരു നേതാവിനും അവകാശപ്പെടാനില്ല. രാജ്യത്ത് നമ്മൾ സ്നേഹിക്കുന്ന ഗാന്ധിജിയുടെ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണെന്നറിയപ്പെടുന്ന ഗാന്ധിജി, ആ ഗാന്ധിജിയുടെ ചരിത്രം ഒരാൾ പഠിക്കാൻ ഇറങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ, എന്നാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിച്ചത് എത്രയാണ്? 1400 കൊല്ലം മുമ്പാണ്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, മൊബൈൽ വന്നത് എത്ര കൊല്ലമായി, വാട്സ്ആപ്പ് വന്നിട്ട് എത്ര കൊല്ലമായി, ഫേസ്ബുക്കും മറ്റുള്ള എല്ലാ നിലക്കുള്ള മാധ്യമ ലോകങ്ങൾ ലോകത്ത് വ്യാപിച്ചിട്ട് കൊല്ലം എത്രയായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഒരു പേന പോലും ഇല്ലല്ലോ, ഒരു കടലാസ് പോലും ഇല്ലല്ലോ, ഒരു ഡയറി പോലും വന്ന് കണ്ടുപിടിക്കാത്ത കാലത്ത് പ്രവാചകന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അവിടുന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ആ സ്വഹാബത്ത് നബി തങ്ങളെ പിൻപറ്റിയത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നടന്നത്? ഇവിടുന്ന് ഞാൻ ഉദാഹരണമായി പറയട്ടെ. നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ നബി തങ്ങൾ എത്ര ചവിട്ടടിയാണ്, എത്ര സ്റ്റെപ്പ് വെച്ചിട്ടാണ് നടന്നു പോയത്? അത്ര തന്നെ സ്റ്റെപ്പ് എടുത്തിട്ടാണ് സ്വഹാബത്ത് നടക്കാൻ പതിവാക്കിയത്. നബി തങ്ങൾ എത്ര ചവിട്ടടി എടുത്തിട്ടാണ് പള്ളിയിലേക്ക് പോയത്? അത്ര തന്നെയാണ് അതുവരെ മാതൃകയാക്കിയ സ്വഹാബത്തെങ്കിൽ ആ സ്വഹാബത്തിന്റെ മാതൃക മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ഏറ്റവും വലിയ മുത്തബിഉസ്സുന്ന എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മകനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇബ്നു ഉമർ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ സ്വഹാബി ഒരു ദിവസം മദീനയിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് ഒട്ടകത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് തല കുണിച്ചിട്ടാണ്, തല താഴ്ത്തിയിട്ടാണ് പോകുന്നത്. എന്തായിരുന്നു അതിന് കാരണം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് നബി തങ്ങളോട് കൂടെ പോയ സ്വഹാബി, ആ നബി തങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തുമ്പോ ഒരു സ്ഥലത്തേക്ക് അവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരമുണ്ടായതിന്റെ പേരിൽ തലമുട്ടുന്നതിന് വേണ്ടി നബി തങ്ങൾ തല ഒന്ന് താഴ്ത്തിയപ്പോൾ അത് കണ്ട സ്വഹാബി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു
ഇബ്നു ഉമർ. മനസ്സിലാക്കണം, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ തല ഇങ്ങനെ മുട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഒരു മരമുണ്ടായിരുന്നു. ആ മരം നബി തങ്ങളുടെ തലയിലേക്ക് മുട്ടാതിരിക്കാൻ, തട്ടാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരൽപ്പം തല താഴ്ത്തി. കാലങ്ങൾക്ക് ശേഷം മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ആ വഴിയിലൂടെ പോകുമ്പോൾ ആ മരം അവിടെ ഇല്ല, മരമില്ല. ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നബി തങ്ങൾ തല കുടിച്ചത് കൊണ്ട് അതേപോലെ തല കുടിച്ചു. ഇതാണ് സ്വഹാബത്തിന്റെ മാതൃക. നമ്മൾ ചോദിക്കുന്നു ഹദീസിലുണ്ടോ? നമ്മൾ ചോദിക്കുന്നു ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ മീലാദ് നടത്താൻ നബി തങ്ങൾ ചെല്ലുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ ആശിഖീങ്ങളുടെ ലോകമാണ്. ഇതെല്ലാം ആശിഖീങ്ങളുടെ ലോകമാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ക് ചെയ്യുന്ന ആളുകൾ, ഇഷ്കുള്ള ആളുകൾ ചെയ്തു കൊണ്ടുന്ന കാര്യങ്ങളാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോ ഒട്ടകത്തിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോ ആകാശത്ത് നോക്കി ചിരിച്ചു എന്നാണ്. ആകാശത്ത് വെറുതെ ഒരു ചിരിച്ചു. വെറുതെ എന്താ പറയാ, ഒരാൾ വെറുതെ ഇങ്ങനെ കൊടാച്ച പള്ളിന്റെ അടുത്ത് കാറെല്ലാം ഇറങ്ങിയിട്ട് ആകാശം നോക്കി ചിരി ചിരിച്ച് ഉസ്താദ് കണ്ടു. എന്താ വിചാരിക്കാം? ചെറിയൊരു പട്ടംകാരും ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയല്ല പറയാ. എന്നാൽ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അതാ ഒരു സ്ഥലത്തേക്ക് എത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ് അലി ഇബ്നു അബീ താലിബ്. അലിയാർ തങ്ങൾ ഫാത്തിമത്ത് ബത്അത്തും മിന്നി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ലോകത്തോട് പറഞ്ഞ ആ ഫാത്തിമയുടെ ഭർത്താവായ അലി ഇബ്നു അബീ താലിബ്. ആരാണ് അലി ഇബ്നു അബീ താലിബ്? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഏറ്റവും വലിയ വിജ്ഞാനിയാണ്, ഏറ്റവും വലിയ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് കടന്നുപോയ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആകാശം നോക്കി ചിരിച്ചു. ചിരിച്ചപ്പോൾ പിന്നിലുള്ള ആള് ചോദിച്ചു, ഖാദിം ചോദിച്ചു, എന്താണ് അലി തങ്ങളെ വെറുതെ ചിരിക്കുന്നത്? ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നേതാവ് ഈ സ്ഥലത്തേക്ക് എത്തുന്ന ആകാശം നോക്കി ചിരിച്ചു, അത് ഞാൻ കണ്ടു, ഞാൻ ചിരിച്ചു. നബി തങ്ങൾ ചിരിച്ചത് ജിബ്രീലിനെ കണ്ടിട്ടായിരിക്കാം, പക്ഷെ ന്യായം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ന്യായം നോക്കണ്ട. സ്വഹാബത്ത് എന്ത് ചെയ്തു, നബി തങ്ങൾ എന്ത് ചെയ്തു, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക. അഫ്ആലുഹു വഅഖ്വാലുഹു വതഖ്രീറാതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും, അവിടുന്ന് പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവനും സുന്നത്തായി അംഗീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ നബി തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടവരാണ്. ആ നബി തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എന്താണ് പറയുന്നത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവാണ് പറയുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഖുൽ നബിയേ, തങ്ങൾ പറയൂ നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണമെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കാതെ, നബി തങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കാതെ ലോകത്തൊരു മനുഷ്യനിക്കും അല്ലാഹുവിലേക്ക് എത്താൻ സാധ്യമല്ല. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വന്ന ഏതോ ആളുകൾ എഴുതിവിടുന്ന, അടിസ്ഥാനമില്ലാത്തവർ, ഏതോ ആളുകളുടെ അഡ്രസ് ഇല്ലാത്തവൻ അയച്ചുവിടുന്ന, എഴുതിവിടുന്ന ഏതെങ്കിലും മെസ്സേജുകൾ കണ്ടിട്ട്, ഏതെങ്കിലും വീഡിയോസുകൾ കണ്ടിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മബന്ധന്മാരെ, നിങ്ങൾ അത്തരം ആളുകളുടെ ചതികളിൽ പെട്ടുപോകരുതേ. പലപ്പോഴും ചതിയിൽ പെട്ടുപോകുന്നത് ഉമ്മമാരാണ്. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽപ്പെട്ട തന്നെ ഒരു സഹോദരൻ വന്നിട്ട് എന്നോടൊരു സംശയം ചോദിച്ചോ. ഞാൻ എന്തിനാണ് ഞാനിത് പറയുന്നത്? ആളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നല്ല സുന്നിയാണ്, നല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനോട് സ്നേഹമുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം വന്നിട്ട് ഒരു സംശയം ചോദിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കൺഫ്യൂഷൻ വന്നത്, എവിടെ നിന്നാണ് ഈ ഡൗട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹമാണെങ്കിലോ എഴുത്തും വായന അറിയാത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞത്, എന്റെ ഭാര്യന്റെ മെസ്സേജിലേക്ക്, എന്റെ ഭാര്യന്റെ വാട്സപ്പിലേക്ക് ആരോ അയച്ചു കൊടുത്തത് എന്റെ ഭാര്യ കേട്ടിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അത് ഞാൻ ഉസ്താദിനോട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ വളരെ വേദനയോടെ ഓർത്തുപോയി. നമ്മുടെ ഉമ്മമാരെ അടക്കം, നമ്മുടെ സഹോദരിമാരെ അടക്കം, നമ്മുടെ ഭാര്യമാരെ അടക്കം, നമ്മുടെ പെൺമക്കളെ അടക്കം ഇത്തരം ആളുകളുടെ വലകളിൽ കൊടുക്കാൻ ഇവിടെ നിൽക്കുന്ന പല നിലക്കുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയട്ടെ, അഹ്ലുസ്
സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളല്ലാത്ത പ്രഭാഷണങ്ങൾ ഒന്ന് ട്രയൽ നോക്കാൻ പോലും കേട്ടു പോകരുതേ. ഒന്നതിന്റെ ശൈലി കണ്ടിട്ട് പലപ്പോഴും വീണു പോകാറുണ്ട്. അവരുടെ അവതരണം കണ്ടിട്ട് പലപ്പോഴും വീണു പോകാറുണ്ട്. ചില മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ മോട്ടിവേഷന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ തകർക്കുന്ന ആളുകളാ. അല്ലാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നബി തങ്ങളെ ഇത്തിബാ ചെയ്തോ? നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ അവസരമില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടുത്തെ നല്ലവരായ നേതാക്കളോട് പറയുന്നു, ഇൻഷാ അല്ലാഹ് ഞാൻ മുമ്പൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചപ്പോൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിട്ട് കഴിഞ്ഞ വർഷം സമ്മാനം വാങ്ങിയ സഹോദര സഹോദരിമാർ നമ്മുടെ ജമാഅത്തിലുണ്ട്. ഏത് പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത വർഷം റബീഉൽ അവ്വലായാൽ നേതാക്കൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ആയുസോടുകൂടെ ബാക്കിയുണ്ടോ? ഞാനുണ്ടാകുമോ നിങ്ങളുണ്ടാകുമോ അറിയില്ല. അള്ളാഹു ആയുസ് നീളമാക്കി തരട്ടെ. അടുത്ത വർഷത്തിന്റെ റബീഉൽ അവ്വലിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ അവസരമുണ്ടായാൽ 10 ദിവസം കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന സെമിനാറുകൾ ഓരോ ഘട്ടം ഘട്ടമായി വീടുകളിലോ പള്ളികളിലോ മദ്രസകളിലോ ഇരുത്തി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ ബാല്യക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അധിക ആളുകൾക്കും നബി തങ്ങളുടെ ചരിത്രം അറിയില്ല. നബി തങ്ങൾക്ക് എത്ര മക്കളാണെന്ന് ചോദിച്ചാൽ അറിയാത്തവരാണ്. നബി തങ്ങൾക്ക് എത്ര ഭാര്യമാരാണെന്ന് ചോദിച്ചാൽ അറിയാത്തവരാണ്. ചരിത്രത്തിൽ ഇന്നത്തെ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആളുകൾ വന്നുകൊണ്ട് നബി തങ്ങൾക്ക് 11 ഭാര്യമാരാണ് അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വാസം ഉണ്ടാക്കുന്ന പലതും പറയുന്നു. നബി തങ്ങൾക്ക് എത്രയാണ് ഭാര്യമാരുണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് നമ്മൾ ചരിത്രത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പിൻതലമുറയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ബാധ്യതയാണ്. സ്വഹാബത്ത് നബി തങ്ങളെ സ്നേഹിച്ചതിന്റെ ഓരോ കഥകൾ കേട്ടാൽ ജീവിതത്തിൽ നമ്മൾ ആ സ്വഹാബത്തിന്റെ 1000-ലല്ല 1 കോടിയിൽ ഒരു അംശം പോലും നബി തങ്ങളെ നമ്മൾക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ബദരീകളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സ്വഹാബി തന്റെ ഈത്തപ്പന മരത്തിൽ തന്റെ ഈത്തപ്പന മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് അതാ പറയുന്നു, ഉപ്പാ മാത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി പോയി. ഈ വാർത്ത കേൾക്കുന്നത് അന്ന് വാട്സപ്പും മറ്റുള്ള സംവിധാനങ്ങളില്ലല്ലോ. മകൻ വന്നിട്ട് ഉപ്പാനോട് പറയുന്നു, ഹബീബായ നബി തങ്ങൾ മരണപ്പെട്ടു പോയി. ആ സ്വഹാബി തന്റെ കയ്യിൽ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന ആ പാത്രത്തിനെ വലിച്ചെറിഞ്ഞിട്ട് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഒരൊറ്റൊരു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അമി ബസരി, അല്ലാഹുമ്മ അമി ബസരി. അല്ലാഹുവേ, എന്റെ 2 കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ അല്ലാ. മദീനയിൽ നബി തങ്ങളില്ലാത്ത മദീന കാണണ്ട, നബി തങ്ങളില്ലാത്ത മദീനത്തെ പള്ളി കാണണ്ട. നബി തങ്ങളെ കാണാനില്ലെങ്കിൽ ഇനി എന്റെ ഈ കണ്ണുകൊണ്ടൊന്നും കാണണ്ട. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ ഹബീബിനെയാണ്. എന്റെ ഹബീബിനെ കാണാനാണ് എന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ ഉപയോഗപ്പെടുത്തിയത്. ആ ഹബീബ് മദീനയിലില്ലെങ്കിൽ ഇനി എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണ്ട അല്ലാ. ഇവിടത്തെ പുത്തനാശയക്കാരായ ആളുകളോട് ചോദിക്കട്ടെ, ഖുർആനിന്റെ നിയമം പറഞ്ഞുകൊണ്ട്, ഫിഖഹിന്റെ നിയമം പറഞ്ഞുകൊണ്ട്, ഹദീസിന്റെ ഇസ്ലാമിന്റെ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മനുഷ്യരെ വസ്വാസ് ഉണ്ടാക്കുന്നവരോട് ചോദിക്കട്ടെ, ഏത് ഹദീസിലാണ് അങ്ങനെ ഒരു ഹദീസ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നബി തങ്ങൾ വഫാത്തായ ശേഷം എന്റെ കണ്ണ് പൊട്ടണമെന്ന് ദുആ ചെയ്യാൻ പാടുണ്ടോ? ഉലമാക്കളോട് ചോദിച്ചു നോക്ക്. നാളെ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും വേജാറ് വന്ന സമയത്ത് 2 കൈയുറത്തിന് പടച്ചോനെ എന്റെ 2 കണ്ണിന് കാഴ്ച നീ എടുത്തു കളയണേ എന്ന് ദുആ ചെയ്യാൻ പാടുണ്ടോ? പാടില്ലാത്ത കാര്യമാണ്. കണ്ണ് പൊട്ടിക്കാൻ പാടുണ്ടോ? ഇല്ല, പാടില്ലാത്ത കാര്യമാണ്, ഹറാമാണ്. കണ്ണിനെ കുത്തിപ്പൊട്ടിക്കാൻ പാടില്ല, പല്ല് കുത്തിപ്പൊട്ടിക്കാൻ പാടുണ്ടോ? നിയമം എന്താണ് അറിയില്ലേ?
ഒരാൾക്ക് ആവശ്യമില്ലാത്ത പല്ലിനെ കല്ലെടുത്തിട്ട് തന്റെ പല്ലിനെ കുത്തി പൊട്ടിക്കാൻ പാടുണ്ടോ? പാടില്ല, ഹറാമാണ് എന്നാണ് ഇവിടുത്തെ സകല ഫുഖഹാവും പറഞ്ഞിരുന്നത്. ഇതറിയാത്തവരാണോ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തങ്ങൾ? ഇതറിയാത്തവരാണോ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി തങ്ങൾ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചരിത്രം ഇങ്ങനെ ദീനിയായ കാര്യം അറിയാത്ത ആളാണോ? അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ ചരിത്രത്തിലൂടെ ഇന്നലകളിലേക്ക് നമ്മൾ കടന്നു പോകണം. സ്വഹാബത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കണം. ഏതെങ്കിലും വിവരമില്ലാത്തവർ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ ഈദ് മീലാദിനില്ല, ഞാൻ റാലിക്കില്ല, ഞാൻ മൗലിദിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ കൊടിയും പിടിച്ചു പോയാൽ ആരെയാണ് നീ റോൾ മോഡലായി സ്വീകരിച്ചത്? അവന്റെ കൂടെ നാളെ മഹ്ശറ ലോകത്ത് ഈ വിവരം കെട്ട യഹൂദികളുടെ നസ്രാനികളെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്ന വിവരദർശികളെ പിന്നാലെ പോകേണ്ടി വരൂലേ? നമ്മൾ മനസ്സിലാക്കണം, സ്വഹാബത്തിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അസ്വഹാബി കന്നുജൂമി ഫബിഅയ്യിഹിം ഇഖ്തദൈതും യഹ്തദൈതും. എന്റെ സ്വഹാബത്ത് മുഴുവനും നക്ഷത്രതുല്യരാണ്. അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാ പോയത്. നബി തങ്ങൾ പറഞ്ഞു എന്റെ സ്വഹാബത്ത് മുഴുവനും നക്ഷത്രതുല്യരാണ്. ആരെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. ഒരാൾ വിചാരിച്ചു, ഞാൻ നാളെ, ഒരാൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാണ് ഞാൻ മാതൃകയാക്കുന്നത്. അങ്ങനെ നീ മാതൃകയാക്കാൻ കഴിഞ്ഞാൽ ആ അബൂബക്കർ തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ നോക്കിയാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. ഒരാൾക്ക് ചിലർക്ക് ഏരിയടുത്തൊരു സ്ഥലത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയണം. ഞാൻ ചോദിച്ചു എന്തേ പറയാൻ കാരണം? ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം ഭയങ്കര ആവേശമാണ്. അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാവും, ചില സ്വഹാബത്തിന് അത് നല്ല ഈമാന്റെ ഭാഗമാണ്. ചില ആളുകൾക്ക് സ്വഹാബത്ത് ഈ അടുത്ത് നമ്മുടെ ഈ കൊടാജിയിൽ തന്നെ ഒരു സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഒരു ദിവസം ഉസ്താദ് എവിടെയാണെങ്കിലും ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം മുഴുവനായിട്ട് വയത് പറയണം. പക്ഷെ ഇന്ന് വരെ എനിക്ക് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അവസരം കിട്ടിയാൽ എപ്പോഴെങ്കിലും പറയാം. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു എന്തേ കാരണം? എനിക്ക് ബിലാൽ തങ്ങളുടെ വല്ലാത്ത ഇഷ്ടമാണ് ഉസ്താദെ, ആ ചരിത്രം പറയണം. അതൊക്കെ പറയേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. അതിനൊക്കെ ഞങ്ങൾ ഈ 10 മിനിറ്റ് 12 അരമണിക്കൂറൊക്കെ വയത് സമയം നിശ്ചയിച്ചിരുന്നു തന്നാല് ബിലാൽ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് ഒന്നും എത്താൻ കഴിയില്ല. അതൊന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് അവസരം കിട്ടിയാൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് പകൽ സമയത്തൊക്കെ ആണെങ്കിൽ ആ ചരിത്രം വിശദമായി പറയാം. ചരിത്രത്തിലൂടെയാണ് മുൻഗാമികൾ മുഴുവൻ ചരിത്രങ്ങളല്ലേ വയത് പറഞ്ഞത് അല്ലേ? അട്ടിയാർ കണ്ണൂർ മുഹമ്മദാജിന്റെ വയലുകൾ എന്തായിരുന്നു? ചരിത്രങ്ങളായിരുന്നു. ഖുർആന്റെ ഭൂരിഭാഗവും ചരിത്രങ്ങളല്ലേ? ചരിത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ഖുർആൻ മുഴുവനുള്ള ചരിത്രമല്ലേ? വലിയൊരു ഭാഗം മൂസാ നബിയുടെ ചരിത്രം, എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം, ഈ ചരിത്രത്തിലൂടെയാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയുയർത്തിട്ട് അല്ലാഹുവിനോട് ഒറ്റ ദുആ. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വിവരമില്ലാത്തവരാണെന്ന് പറയാൻ കഴിയോ? അല്ലാഹുവിന്റെ ദീനിന് എതിരാണെന്ന് പറയാൻ കഴിയോ? അല്ലാഹുവിന്റെ നിയമം എന്താണ്? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയുയർത്തിട്ട് അല്ലാഹുവിനോട് ഒറ്റ ദുആ, അല്ലാഹുമ്മ അമി ബസരി. ഉടനെ തന്നെ രണ്ട് കണ്ണിന്റെ കാഴ്ച പോയി, കാഴ്ച നഷ്ടപ്പെട്ടു. ആ സ്വഹാബിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹദീസിലുള്ളതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അർത്ഥപ്പെട്ട് എടുത്തിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച കേൾന്ന് കിട്ടിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഹദീസിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മകന്റെ കൈയും പിടിച്ചിട്ട് നേരെ ഇലാഹ നടത്തിയ ജനാദി ഹബീബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസയുടെ അടുക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ആനയുടെ വീട്ടിൽ അതാ ജനാസയായി മരിച്ചിറങ്ങുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് തന്റെ മകൻ ഉപ്പാനെ കൊണ്ടുപോകുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുന്നു. മകനോട് പറഞ്ഞു, മോനെ എന്റെ രണ്ട് കൈ, എന്റെ വലത് കൈയിന് ആ നബി തങ്ങളുടെ മുഖത്തേക്കൊന്ന് സ്പർശിച്ചു തരുമോ? അതുവരെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖായതിന്റെ പേരിൽ നബി തങ്ങൾക്ക് വേണ്ടി കണ്ണിനെ നഷ്ടപ്പെടുത്തിയ സ്വഹാബി ആ നബി തങ്ങളുടെ മുഖത്തേക്ക് തന്റെ കൈയിനെ വെക്കാൻ വേണ്ടി പറയുന്നു. നബി തങ്ങളെ ശറഫാകപ്പെട്ട മുഖത്തേക്ക് കൈയങ്ങ് വെച്ചിട്ട് ആ നബി തങ്ങളുടെ ചുണ്ടിലേക്ക് തന്റേതായിരിക്കുന്ന ചുണ്ടിനെ ഒന്ന് അമർത്തി വെച്ചിട്ട് ചുംബനം നൽകിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നബിയേ. തങ്ങളില്ലാത്ത മദീന കാണണ്ട, തങ്ങളില്ലാത്ത ഈ തപ്പനമ്പരം എനിക്ക് കാണേണ്ടതില്ല, തങ്ങളില്ലെങ്കിൽ എന്റെ ഭാര്യന്റെ മുഖം കാണേണ്ടതില്ല, തങ്ങളില്ലാത്ത മദീനയിൽ എന്റെ പിഞ്ചു മക്കളുടെ പേരക്കുട്ടികളുടെ മുഖം കാണാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ ജീവനേക്കാളും സ്നേഹിക്കുന്ന പ്രവാചകൻ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയാൽ പിന്നെ കണ്ണിന്റെ കാഴ്ചയില്ല. അത് വേണ്ടെന്ന് വെച്ചിട്ട്
ചെയ്തതാണ് നബിയേ. തങ്ങളെ നാളെ മഹ്ശറിൽ, നാളെ സ്വർഗ്ഗലോകത്തിൽ തങ്ങളുടെ കൂടെ നിൽക്കാൻ തങ്ങളെ മുഖം കണ്ടാൽ മതി നബിയേ. സ്വഹാബത്തിന്റെ മാതൃക ഏതാണ്? സ്വഹാബത്തിന് നബി തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ നബി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് മദീനയിലെ അങ്ങാടിയിൽ തിരിയുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഊരിപ്പിടിച്ച വാളെടുത്തിട്ട് ആരെങ്കിലും നബി മരിച്ചു എന്ന് പറഞ്ഞാൽ, നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തലയുടലിൽ തലയുണ്ടാവുകയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അത്രത്തോളം നബി തങ്ങളെ സ്നേഹിച്ച സ്വഹാബത്ത്, നബി തങ്ങളെ ജീവനേക്കാളും തുള്ളിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ നമ്മൾ മാതൃകയാക്കണ്ടേ, ആ സ്വഹാബത്തിനെ നമ്മൾ സ്നേഹിക്കണ്ടേ, ആ നബി തങ്ങളെ നമ്മൾ ഇത്തിബാഅ് ചെയ്യണ്ടേ, നബിയുടെ സ്വഭാവം നമ്മൾ പഠിക്കണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ റഹ്മത്താണ്, കാരുണ്യവാനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ. പലപ്പോഴും ഇന്ന് ഇപ്പൊ സാധാരണയിൽ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് കുട്ടികൾക്കൊക്കെ പ്രഭാഷണം കൊടുക്കുന്ന ഒരു കാര്യം, പ്രസംഗം കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. ഇപ്പൊ ഏകദേശ സ്ഥലത്തൊക്കെ കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്ന സംവിധാനം കുറഞ്ഞു വരികയാണ് അല്ലെ? ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെ എല്ലാ സ്ഥലത്തേക്കും പിന്നെ നാട്ടിൽ ഇന്നലെ പരിഹാരം അവിടെ പറഞ്ഞത് അങ്ങനെയാണ്, കുട്ടികൾക്കൊന്നും പ്രസംഗമില്ല, ഒരു പാട്ടിനാണ്, കുട്ടികൾക്ക് താല്പര്യം ഒരു പാട്ടിനോടായി മാറി. പക്ഷെ അതും വേണം, അതിന്റെ കൂടെ കുറച്ച് കുട്ടികൾക്ക് ഈ പ്രഭാഷണ ശൈലികൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ചരിത്രങ്ങൾ, ചെറിയ ചെറിയ പോയിന്റുകൾ വെച്ചുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് പ്രസംഗിപ്പിക്കണം, ആ കുട്ടികളെ കൊണ്ട് ചരിത്രങ്ങൾ, ആ കുട്ടികളെ കൊണ്ട് നബി തങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എത്ര കൊല്ലമാണ് നബി തങ്ങളെ കൂടെ നിന്നത്? എത്ര കൊല്ലം? നമ്മൾ പറയുന്ന ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു പെണ്ണയുടെ ഇത് വേദനട്ടെന്ന് മൂന്ന് പേരുള്ള ആറുകായും കിട്ടിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് കൊടുക്കണം. നബിത്തങ്ങളെ മജ്‌ലിസാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതാണ്, നബിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യനെ സഹായിക്കുക. അതുപോലെ തന്നെ വീണ് കിട്ടിയ കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ഒരാൾക്ക് വേണ്ടി ഇപ്പൊ ഇന്നലെ ഒരാൾ വന്നിട്ട് 200 രൂപ എടുത്തോണ്ട് എന്റെ കയ്യിൽ വന്നു, എന്ത് മൂന്ന് കിട്ടിയ മൂന്ന് കിട്ടിയ പുറക്കുന്നത് ഞാനല്ലാതല്ലേ, മൂന്ന് കിട്ടിയ പറക്കണം എടുത്തോണ്ട് അല്ല. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൾക്ക് റോഡിലൊക്കെ പൈസ ഒക്കെ കിട്ടിയാൽ ആ പൈസ കിട്ടിയാൽ ഓനെ പറക്കിയെങ്കിലും ഓൻ ഉത്തരവാദിയായി. റോഡിൽ പോകുമ്പോൾ ഒരു പർസ് കിട്ടി, ഓനെ പറക്കിയെങ്കിലും ഉത്തരവാദിയായി. പിന്നെ ഓനെന്താക്കണോ? ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഓന്റെ ബാധ്യതയാണ്. ആളെല്ലാം കൂടിയ സ്ഥലത്ത് ആൾക്കാരുടെ ഇടയിൽ പറലോട്ട് പള്ളിയിൽ വന്നിട്ട് ചെല്ലണം, ഇത് അങ്ങനത്തെ പർസ് കിട്ടി സംഖ്യയിലിരുന്ന സംഖ്യയിലേക്ക് ഓരോ ബ്ലാക്ക് ആക്കി എന്റെ ഇത്ര ഒരു പൈസ കിട്ടിയില്ല. അങ്ങനെ ആള് വന്നില്ലെങ്കിൽ കൊട്ടാജയിലും ചെല്ലണം. എന്നിട്ട് ഏടിയില്ല, മിത്തൂറിനോട് ചെറ്റ ആള് വരുന്നില്ല. അന്നും കഴിഞ്ഞ മസലുണ്ട്. എങ്ങനെ? അത് 100 രൂപ കിട്ടിയത് വെക്കാം. 100 രൂപ കിട്ടിയെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം അറിയേണ്ട മസലകളാണ്. 100 രൂപയാണ് കിട്ടിയത്. അപ്പൊ 100 രൂപ കേട്ടോണ്ട് വരുമോ? ഒക്കെ വരണം. 200 രൂപ. അങ്ങനെയാണെങ്കിൽ അവൻ എന്താക്കാം? ആ പൈസനെ അവൻ മിൽക്കിയത്തായിട്ട്, ചില ആൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, കിട്ടിയവരെ അഭ്യക്കണം പള്ളിന്റെ. അതൊന്നും പറ്റില്ല, എത്തിങ്ങനെ കൊടുക്കണ്ട, വേഗം കൊടുക്കും. അതെല്ലാം നമ്മൾ യൂസാക്കിയ പോലെ തന്നെ. ഒരുത്തന്നെ പരക്ക് വന്ന് കളക്ഷന് വന്ന് ഓന് വീണ് കിട്ടിയ പൈസ അത് നമ്മൾ യൂസാക്കിയ പോലെ തന്നെ അത് ഓന് കൊടുക്കുന്നത് അത് പറ്റേണ്ട. എന്താക്കണം? അങ്ങനെ കിട്ടിയെങ്കിൽ ഓൻ എന്താക്കുക? ആരും ഒരു 10 മാസം കഴിഞ്ഞിട്ട് ആരും തേടിക്കൊണ്ട് വരുന്നില്ല. അങ്ങനെ എന്താക്കാം? ഇതിനെ ഞാൻ എടുത്തിട്ട് എന്തായി, ഇതിനെ എപ്പോ വന്നിട്ട് കേട്ടെങ്കിലും ഞാൻ കൊടുക്കും എന്നുള്ള നീയത്തിന് യൂസാക്കാം. അതുപോലെ റോഡിൽ പോകുമ്പോഴത്തേക്ക് എന്തായി, ഒരു മാങ്ങ വീട്ടിൽ കിട്ടി, അങ്ങനത്തെ നശിക്കുന്ന സാധനമാണെങ്കിൽ ഓൻ എന്താക്കാം? മിൽക്കിയത്താക്കി തിന്നാം. പിന്നീട് എന്താക്കണം? ഓന്റെ മനസ്സിൽ വേണം, ആര് വന്നിട്ട് കേട്ടെങ്കിലും വേറെ എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു. ഇപ്പൊ അന്ന് ഓന് തിന്നിട്ട് അവൻ മാങ്ങയ്ക്ക് 40 രൂപ KG. അവൻ ലാസ്റ്റ് സീസണിലാണോ വരുന്നിട്ട് പറഞ്ഞ എന്റെ മാങ്ങ ഒന്ന് വീന്നിട്ട് നിങ്ങൾക്ക് കിട്ടി, എന്റെ വിഷയം കിട്ടി, ഞാൻ വന്നേ. അപ്പൊ നോക്കുമ്പോ മാങ്ങയ്ക്ക് റേറ്റ് എത്രയുണ്ട്? 150. അന്ന് ഓന്റെ മാങ്ങയ്ക്ക് 20 രൂപ. പിന്നെ ഓൻ എടുക്കുമെങ്കിൽ 40 രൂപ കൊടുക്കണം. അത്ര മസലയാണ്. ഇതെല്ലാം ദീനിന്റെ കാര്യങ്ങളല്ലേ, ഇതെല്ലാം അറിയണം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ കിട്ടിയെങ്കിൽ 10 രൂപ കിട്ടിയെങ്കിൽ പറക്കണ്ട, അത് പറയുമ്പോയിക്കോട്ടെ. ഞാൻ എന്തിനു വലിയ ഉത്തരവാദിത്തം എടുക്കുന്നത് അല്ലെ? അതല്ല വലിയ ശ്രദ്ധിക്കണം. ആരും വീട് കിട്ടിയതിനെ പള്ളിയുടെ ഡബി കിട്ടുന്ന പള്ളിയുടെ ഡബിന് പള്ളിക്ക് നല്ല പൈസ ഉണ്ട്. പള്ളിക്ക് ഇങ്ങനത്തെ കിട്ടിയതിനെ ലൂട്ടിയിട്ടിടേണ്ട സാധനമല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ബംഗാൾ കിട്ടിയില്ലെങ്കിൽ വേഗം കൊടുത്തോളൂ. അള്ളാഹു കൊടുക്കുന്നവർക്ക് നല്ല കിട്ടിയവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണെങ്കിലും അവർക്ക് അവരുടെ കയ്യിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് ബിൻ മാലിക്? നബി തങ്ങളുടെ കൂടെ 10 കൊല്ലം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബി. നമ്മളെ കൂടെ ഒരാൾ എത്ര കാലം നിൽക്കും? ഒരു കൊല്ലത്തിന്റെ കൂടെ ഷോപ്പിൽ പണിക്കുന്നുണ്ടെങ്കിൽ
ഒരു കൊല്ലം നിന്നിട്ട് ഷോപ്പ് ഒന്ന് പോലെ പണി മതിയാക്കിയിട്ട് നമുക്ക് കേൾക്കണോ? എങ്ങനെയുള്ള ആചാറ് പടച്ചോനെ നാണായിട്ട് നിന്റെ ഉസ്താദെ ഇനി നിങ്ങളെ ആറും അയാളെ അങ്ങോട്ട് ഒരാൾ നിൽക്കാനാ അങ്ങനത്തെ ടപ്പാരി അങ്ങ് അത്രയും ഇറങ്ങിയത്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ അടുത്തൊരു ചങ്ങായി, ഞാൻ എന്തിനാണ് പറയുന്നത്, നബിത്തങ്ങളുടെ സ്വഭാവം, നമ്മൾ നബിത്തങ്ങളുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അടുത്ത് ഒരു ചങ്ങായിന്റെ ഷോപ്പിൽ ഞാൻ പോയി. അങ്ങനെ ആ ചങ്ങായി ആ പണിക്കാരനോട് പെരുമാറുന്ന രീതി കണ്ടിട്ട് എനിക്കാകെ ബേജാറായി. ഞാൻ അദ്ദേഹത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് ശരിയല്ല. കാരണം വേണമെങ്കിൽ ശമ്പളം വേണമെങ്കിൽ 50 കുറച്ചിട്ട് കൊടുക്കും. നീ ഈ രീതിയിൽ മാനസിക പീഡന കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെ മാനസികമായി അങ്ങനെ ആ ചങ്ങായിയാണ് ചെറുപ്പക്കാരൻ, എനിക്കറിയുന്ന കുട്ടിയാണ്. അദ്ദേഹത്തിന് ചോദിച്ചെങ്ങനെ അദ്ദേഹം പഠിക്കാൻ ഉസ്താദെ പൊരയില് കഷ്ടമില്ലെങ്കിൽ ഞാൻ ജീവൻ പോയ കാലത്ത് നിൽക്കല്ല, വേറെ അവിടെ പണി കിട്ടാത്ത കൊണ്ട് നിന്നിനെ. ഇങ്ങനെയല്ലേ നമ്മളെ സ്വഭാവം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെ 10 കൊല്ലക്കാലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു, ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് ബിൻ മാലിക് തങ്ങളുടെ ഉമ്മ കൊണ്ടുപോയിട്ട് നബി തങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഏൽപ്പിച്ചതാണ്. 10 കൊല്ലക്കാലം നബി തങ്ങളെ കൂടെ സേവനം ചെയ്തു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനമുണ്ട്, നബി തങ്ങൾ ഒരു കാര്യം എന്നോട് എന്തേ ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല, നീ എന്താ അങ്ങനെ ആക്കിയെന്ന് കേട്ടിട്ടില്ല. ഉദാഹരണത്തിന് നീ അങ്ങനെ ആക്കിയായില്ല, ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, നീ അങ്ങനെ വാക്കി നബി തങ്ങൾ നീ എന്ത് അത് ചെയ്തു, എന്റെ അത് ചെയ്തിട്ടില്ല, ഛേ എന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി തങ്ങളുടെ സ്വഭാവം എത്രയാണ് നബി തങ്ങൾ, എങ്ങനെയാണ് നബി തങ്ങളുടെ സ്വഭാവം? അതുകൊണ്ട് നല്ല സ്വഭാവം, സൽസ്വഭാവികളാകണം. നബി തങ്ങളെ നമ്മൾ മാതൃകയാക്കണം. നബി തങ്ങളുടെ ആ പുഞ്ചിരിയുള്ള സ്വഭാവം, ആരോടും നബി തങ്ങൾ ദേഷ്യപ്പെടാറില്ല, നബി തങ്ങൾ ആരോടും ചൂടാവാറില്ല, നബി തങ്ങൾ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, നബി തങ്ങളെ നാവ് കൊണ്ട് ഒരാളെ നബി തങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ വേദനിപ്പിക്കുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറില്ലേ, ആയിഷ ബീവിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായത് എപ്പോൾ എന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലുണ്ട്. ആയിഷ ബീവിക്ക് നബി തങ്ങളോട് ഏറ്റവും ദേഷ്യം, പെണ്ണുങ്ങളാകുമ്പോൾ ആയിഷ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളുടെ സ്വഭാവം വരൂലേ. ആയിഷ ബീവി പറയുന്നു, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യമുണ്ടാകുന്നത് ഖദീജ ബീവിനെ എപ്പോഴും നബി തങ്ങൾ വർണ്ണിക്കും. എന്റെ ഖദീജ, ആ ഖദീജയെ മഹത്വം നബി തങ്ങൾ എപ്പോഴും പറയും. ഖദീജ അത്രയും വലിയ സേവനം ചെയ്ത പെണ്ണല്ലേ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവനെ കൊടുത്ത മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. കേൾക്കണം നിങ്ങൾ, ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കത്തുള്ള ആളുകൾ അവിടെ നിന്ന് നബി തങ്ങളെ ആദ്യകാലത്ത് പരിഹസിക്കാൻ തുടങ്ങി. എങ്ങനെ? നബി തങ്ങളെ മിസ്കീനാണ്, പെഞ്ഞായിന്റെ റൈസ് തിന്നേത് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് ഇതെല്ലാം ഞാൻ പറയുന്നത്, ചങ്ങായി എന്നോട് പറഞ്ഞ് ഇത് മംഗലുണ്ട് ഉസ്താദെ, അങ്ങനെ പൊതുവെ ടീം കാർ തണ്ടേന്ന് തോന്നുന്നു. ആ നല്ല കാര്യം മാത്രം ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ കാറിന്റെ പൈസ എടുത്തിട്ട് കൊടുത്തിങ്ങ കഴിഞ്ഞിട്ട് കാർ നീ അല്ലെങ്കിൽ ഷോറൂമിൽ എടുത്തോ. പിന്നെ ഈ മംഗളത്തിന്റെ ഹോളിൽ കാറിന്റെ താക്കോൽ എടുക്കണ്ട, നീ ആ കാർ എടുത്തിട്ട് നീ ഓര് തരുന്ന ഒരു സ്വിഫ്റ്റ് കാറായിട്ടുണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഓൻ ആയിരക്കടത്തിന് വേറെ ഫോർച്യൂണർ കാർ എടുത്തിട്ട് പെഞ്ഞായിരപ്പടെ കാറിന് പൈസ പൊതുവരെ കാർ ആ പേര് പോരാ അല്ലെ, സാധാരണ അത് പെഞ്ഞായിരം. അതുകൊണ്ട് പെഞ്ഞായിന്റെ ടീം കുറച്ച് ഗട്ടിയുണ്ടെങ്കിൽ ആ ഗട്ടിയുണ്ടെങ്കിൽ എന്താവും, ഞമ്മ എന്ത് നയിച്ചിട്ട് പോണില്ല, ആൾക്കാർ ആടുന്ന് കിട്ടിയതായിട്ടുണ്ടാവും. മനസ്സിലാക്കും, നമുക്കൊന്നും കിട്ടിയതല്ല, കിട്ടിയിട്ടില്ലെന്നല്ല. ഏതായാലും കഴിവിന്റെ പരമാവധി സ്വത്തിന്റെ പിന്നാലെ പോണ്ട, കഴിവിന്റെ പരമാവധി സ്വത്ത് നോക്കിയിട്ട് എന്താക്കണ്ട, വിവാഹം കഴിക്കണ്ട. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാ, നബി തങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അങ്ങനെ മക്കത്ത് ജനങ്ങളെല്ലാം നബി തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് മുഹമ്മദിന്റെ കയ്യിൽ എന്തുമില്ല, ഖദീജയുടെ പൈസയിലാണ് നബി തങ്ങൾ ഇങ്ങനെ ഇരുന്നത്. ഇത് കേട്ടപ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പത്നിയായ ഖദീജ ഉമ്മക്ക് വല്ലാത്ത ബേജാറായി. ഭർത്താവിനെ ജീവനേക്കാളും സ്നേഹിക്കുന്ന ഭർത്താവിന് 25 വയസ്സുള്ള നബി തങ്ങൾക്ക് 40 വയസ്സുള്ള ഖദീജ. ആ ഖദീജ ബീവി ചെയ്ത പണി എന്തെന്നറിയോ? മക്കത്തെ വലിയ വലിയ പ്രമുഖന്മാരായ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലിയ വലിയ പേര് കേട്ട അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകളെല്ലാം ഗമ്മത്താക്കിയിട്ട് അവർക്കെല്ലാം അങ്ങനെ കൊടുത്ത് തിന്നാനെല്ലാം കൊടുത്തിട്ട് വയറെല്ലാം നിറച്ചിട്ട് പോകുന്ന സമയത്ത് ഖദീജ ബീവി ആ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, മക്ക നിവാസികളെ, ഞാനിവിടെ നിങ്ങളെ ക്ഷണിച്ചതെന്തിനാണെന്നറിയോ? എന്റെ കോടാനക്കോടി വരെയുള്ള സ്വത്തുകളുണ്ട്, ഒരുപാട് ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, ഒരുപാട് ഒട്ടക കൂമ്പാരങ്ങളുണ്ട്. അത് മുഴുവനും എന്റെ ഭർത്താവായ മുഹമ്മദിനിക്ക് ഞാനങ്ങ് ദാനം ചെയ്തിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി കൊടുത്തു, ദീനിന് വേണ്ടി. അവസാനം
ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല വഫാത്തായി കിടക്കുമ്പോൾ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണി പോലും ഉണ്ടായില്ല. ജബൽ അബീ ഖുബൈസിൽ കൊണ്ടുപോയി, ജബൽ അബീ താലിബിൽ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഉപരോധം ഏർപ്പെടുത്തി. എത്ര കൊല്ലം? 3 കൊല്ലക്കാലം ഉപരോധം. തിന്നാനില്ല, കുടിക്കാനില്ല, അങ്ങാടിയിലേക്ക് പോകാൻ വിടുന്നില്ല, വെള്ളം കൊണ്ടുപോകാൻ വിടുന്നില്ല. അവസാനം മരത്തിന്റെ പച്ച ഇലകൾ തിന്നിട്ടാണ് നബി തങ്ങൾ ജീവിച്ചത്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജയുണ്ട്. ഖദീജയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, ഖുവൈലിദിന്റെ മകളായ ഖദീജയോട് പറഞ്ഞു, നീ വലിയ ധനാഢ്യയാണ്, നീ സുഖത്തിൽ സന്തോഷത്തിൽ ജീവിച്ചവളാണ്, എനിക്ക് വേണ്ടി ഈ മരത്തിന്റെ പച്ച ഇല തിന്നിട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ. അതുകൊണ്ട് നിനക്ക് വേഗം വേണമെങ്കിൽ മക്കയിലേക്ക് പോകാം, തിരിച്ചു പോകാം, വീട്ടിലേക്ക് പോകാം, എന്നെ ഉപേക്ഷിച്ച് പോകാം. ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു തആല കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയോ, ഞാൻ തങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയോ, അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അത്രത്തോളം സ്നേഹിച്ച ഖദീജയെ, ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ നബി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മദ്ഹ് പറയും. ഖദീജ ബീബി വഫാത്തായ ദിവസം വരുമ്പോൾ ആടർത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കഴിക്കും. ആട് കഴിക്കുന്നതിന് തെളിവുണ്ടാകാതെ കേൾക്കുന്ന ആൾക്കാർ തെളിവാണ്. മരിച്ച ദിവസം നബി തങ്ങൾ ആടർത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ഭാര്യമാർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഉണ്ടായി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവിയെ പറ്റി പറയുമ്പോൾ ആയിഷ ചോദിച്ചു, എന്താ നബിയെ, ആ കിളവിയായ ആ ഭാര്യയല്ലാത്ത ഒരു പെണ്ണിനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും പറയാറില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം പകർച്ചയായി. ആ നബി തങ്ങൾക്ക് മനസ്സിന് സങ്കടമായി. ആ ഖദീജ ബീവി റളിയല്ലാഹു തആലയെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ അത്രത്തോളം നബി തങ്ങളെ സ്നേഹിച്ച മഹദി ആ ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും വെറുപ്പുണ്ടായത് എപ്പോഴാണ്? എന്നിട്ട് വെറുപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള വെറുപ്പാണ്, അല്ലാതെ നബി തങ്ങളോടുള്ള ആ ഒരു വെറുപ്പല്ല. എത്ര വലിയ സ്വാലിഹായ, എത്ര വലിയ ഉസ്താദാണെങ്കിലും പെഞ്ഞായിമാരെ സ്വഭാവം ഇടക്കിടക്ക് കാണിക്കാതിരിക്കും. ഇനി കാണിക്കുന്നില്ലെങ്കിൽ ശരിയായ പെണ്ണല്ലാതെ. പെണ്ണുങ്ങൾ അങ്ങനല്ലേ, വളഞ്ഞ ഭാര്യയെല്ലാം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് നബി തങ്ങൾ പറഞ്ഞില്ലേ. നമ്മളെ പോലെ തന്നെ ആദം നബി ഇസ്ലാമിന്റെ വളഞ്ഞ ഒരു ഭാര്യയിൽ നിന്നാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് വളഞ്ഞ സ്വഭാവം, കുറച്ച് കുർട്ടുബുദ്ധികൾ അവർക്ക് ഉണ്ടാവും. ആ കുർട്ടുബുദ്ധി ഉണ്ടാവും, അതിലെന്താക്കണം? നബി തങ്ങൾ വസിയത്ത് പറഞ്ഞു പോയതാണ്. ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ ഈ ഉമ്മത്തികളോട് വസിയത്ത് പറഞ്ഞതാണ്, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചില ആൾക്കൊരു സ്വഭാവമുണ്ട്, പള്ളിയിൽ നിങ്ങൾ കുട്ടികളുടെ പ്രഷർ കൊടുക്കുന്നത്, പെണ്ണുങ്ങളോട് ഉള്ള പ്രഷറുകൾ തീർക്കുന്ന പെണ്ണായതിനോട് പോയിട്ട്, അല്ലെ, കച്ചവടത്തിൽ ലോസായി അതിനെ തീർക്കുന്ന പോലെ പോയിട്ട് അങ്ങനത്തെ പറയുന്നുണ്ട്. നബി തങ്ങൾ വസിയത്ത് പറഞ്ഞതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പരലുണ്ടാകും, ആയിഷ ബീവിന്റെ പരലുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പരല് വേറെ 9 ഭാര്യമാരുണ്ടല്ലോ. ആ ഭാര്യമാരെടുക്കുന്നത് ഒരാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, അലീഷ ഉണ്ടാക്കിയിട്ട് നബി തങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ ആയിഷക്ക് ചൂടായി, എന്റെ പരലുണ്ടാകും, നീ ഓള് കൊണ്ട് തരുന്നത് ഞങ്ങൾക്ക് കൊടുക്കാനാന്നല്ലേ. സ്വഭാവമാണ്, പെണ്ണുങ്ങളുടെ സ്വഭാവം. ഒറ്റ തട്ട് കെട്ടി അത് പാത്രത്തിനുള്ള ഫുഡ് അങ്ങനെ തന്നെ നിലത്തേക്ക് കൂടി. ഇന്നത്തെ പോലെ ടൈൽസ്, ഗ്രാനൈറ്റ് എല്ലാം ഉണ്ടെങ്കിൽ മണ്ണൊന്നും ആവില്ല. അന്ന് മദീനത്തിൽ മരുഭൂമിയല്ലേ, അതിലായി. അതിന് വല്ലെടുത്ത് എന്തായി, നിമിത്തങ്ങൾ അവിടെ ഇരുന്നിട്ട് ആ താഴെ വീണ ഭക്ഷണത്തിന് ഓരോന്നോരാന്നായി പറക്കിയിട്ട് അതിനുള്ള അവശിഷ്ടങ്ങളെല്ലാം എടുത്തിട്ട് പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ നീ തിന്നു നോക്കി, പിന്നെ ചൂടാണ്. നമ്മളാണെങ്കിൽ എന്താവും, നല്ല ഹോട്ടലിൽ നിന്ന് ഒരു മന്തി കൊണ്ടുവന്നിട്ട് അതിനെ കൊടുക്കുന്ന സമയത്ത് ഒറ്റ തപ്പി കെട്ടിയാൽ എന്തായിരിക്കും? 3 തലാക്ക് സംഭവിച്ചിട്ട് അവിടെ പെരക്ക് പോകേണ്ടി വരും, അല്ലെ? ചൂടാവില്ലേ? അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് ആയിഷയോട് പറഞ്ഞത് അതിനെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, തിന്ന് നോക്കി, ടേസ്റ്റ് നോക്കി, പിന്നെ നോക്കാം, പിന്നെ ട്രയൽ നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ തിന്നു നോക്കുമ്പോ അങ്ങനെ ടേസ്റ്റ്. ആയിഷയോട് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ അറിയാതെ സംഭവിച്ചു പോയതാണ്, ഇനി ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്യൂല. നമ്മളെ സ്വഭാവം ശരിയുണ്ടോ? എല്ലാവരും ശരിയാവും. എങ്ങനത്തെ ചൂടനും ശരിയാവും, എങ്ങനത്തെ പിത്തം പുണ്ണവും നമ്മളെ ഞമ്മ 180 പ്രശ്നമാകുമ്പോ ഞമ്മ 110 ആയെങ്കിൽ ഇത് സ്റ്റോക്കായി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഞമ്മന്റെ പൈസ ഞമ്മ കൊടുക്കേണ്ടി വരും, അല്ലെ? പെണ്ണായിക്ക് പ്രശ്നം കൂടി അതിന് നോക്കേണ്ട തലച്ചൂട് നമുക്ക് തന്നെയല്ലേ. അതുകൊണ്ട് സ്വഭാവം നന്നാക്കുക, എല്ലാവരോടും സൽസ്വഭാവികളായി പെരുമാറുക, ആരോടും ദേഷ്യപ്പെടരുത്. പ്രവാചകന്റെ സ്വഭാവം അതാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ വരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എത്ര നല്ല സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനമായി പറയുന്നു, എനിക്ക് പറഞ്ഞ സമയം തീരാറായി, അവസാനമായി ബറക്കത്തിന് വേണ്ടി പറയട്ടെ. ഒരുപാട് തവണ നമ്മൾ കേട്ട കഥയാണ്.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു യഹൂദി പെണ്ണുണ്ടായിരുന്നു. നബി തങ്ങൾ പോകുന്ന സ്ഥലത്ത് എപ്പോഴും കച്ചറ വെച്ചത്, എപ്പോൾ പോകുന്ന സമയത്ത് കച്ചറ വെച്ചിട്ട് വേണ്ട വേസ്റ്റേജുകളെല്ലാം ഇടുന്ന സ്ഥലം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്വഹാബത്തിന് ദേഷ്യപ്പെടാറുണ്ട് നബി തങ്ങളോട്. പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല, കാരണം നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ലല്ലോ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അതിന്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ സ്വഹാബത്ത് അതിന്റെ അവസ്ഥ മാറ്റിയിട്ട് ആ നബി തങ്ങൾ അതേ വഴിയിലൂടെ ഇങ്ങനെ പോകും. കുറെ ദിവസമായി ആ പെണ്ണ് ഈ അവശിഷ്ടങ്ങളൊന്നും ഇല്ലാതെയായി. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ഈ റോഡില് ബൈക്ക് കച്ചറ ഇടുന്ന പെണ്ണിനെ കാണുന്ന കച്ചറയില്ല. അങ്ങനെ മഹാനായ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ആ പെണ്ണെന്തേ, ആ എപ്പോഴും നമുക്ക് ഉപദ്രവാക്കിയിരുന്ന ആ പെണ്ണ് എവിടെ പോയി? ആരോ പറഞ്ഞു, അങ്ങനെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് രോഗിയായിട്ട് പൊരയിൽ കിടപ്പാണ്. നമ്മളെന്തെങ്കിലും പറയും, കിട്ടിയില്ലേ എന്നോടാ കളി, നന്നൊട്ടുക കളി കളിച്ചത് കിട്ടിയില്ലേ, നന്ന സാപ്പ കിട്ടിയില്ലേ, കിട്ടാണ്ട് പോണ്ട, ഞാൻ അവൾ കാല് പറഞ്ഞിട്ട് പോകും. എങ്ങനെയല്ലേ അല്ലേ? അല്ല ഞാൻ ചോദിക്കാം, അങ്ങനല്ലേ? ഞമ്മക്ക് ഒരാൾ ഉപദ്രാക്കിട്ട് ഓരോ കിട്ടുന്ന ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞാൽ ഞമ്മ എന്താ പറയാ? എന്നോട് പിന്നാലെ ഇങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനിക്ക് സുഖമില്ലാതെയോ, എന്താണ് അവസ്ഥ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി ആ പെണ്ണിന്റെ വീട്ടിലേക്ക്. യഹൂദിയാണ്, മുസ്ലിമല്ല. യഹൂദിയത്തായ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ നടന്നുപോയി. സ്വഹാബത്ത് പിന്നാലെ ഉണ്ട്. മുരേന്ന് പോയിട്ട് പറഞ്ഞ് പരക്കാറ് പറഞ്ഞോ മുഹമ്മദ് വരുന്നുണ്ട്, ഇന്നലെ വരെ ഇടങ്ങേറാക്കിയ നമ്മുടെ നേതാവ് മുഹമ്മദ് വരുന്നുണ്ട്. എന്തിനായിരിക്കും വരുന്നത്? പേടിയോടുകൂടെ, വെപ്രാളത്തോടുകൂടെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരക്കാരോട് ചോദിച്ചു, എവിടെ ആ സുഖമില്ലാതെ കിടക്കുന്ന സഹോദരി എവിടെ? അവർ പറഞ്ഞു, ദിവസങ്ങളോളമായി സുഖമില്ലാതെ കിടക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പോയി ആ പെണ്ണിനിക്ക് സമാധാനം പറഞ്ഞു, ആ പെണ്ണിനിക്ക് വേണ്ടി ദുആ ചെയ്തു, ആ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം കണ്ടിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. വാളുകൊണ്ടല്ല, വാളുകൊണ്ട് നബി തങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നബി തങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. വാൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്തിന്? അത് കുഫാരികളുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നബി തങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് വാളെടുക്കാറില്ല. നബി തങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്ന നബി തങ്ങളുടെ സ്വഭാവം എന്ത്? ഇന്നത്തെ ആധുനിക ലോകം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രായേലിന്റെ വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ കേൾക്കേണ്ടതാണ്. അമേരിക്ക ലോക പോലീസായി നടക്കുന്ന വലിയ വലിയ അന്താരാഷ്ട്ര തലവന്മാർ കേൾക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിലേക്ക് പോകുന്ന സ്വഹാബത്തിന് പറയാനുള്ള ഉപദേശം എന്താണെന്നറിയോ? കിട്ടിയനല്ല എടുത്തോളി, കിട്ടിയനല്ല അടിച്ചിട്ട് കിട്ടിയിട്ട് ഗനീമത്ത് വലിച്ചോണ്ട് വരുന്നല്ല. സ്വഹാബത്തിനോട് പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. ഒരൊറ്റ പെണ്ണുങ്ങളെയും യുദ്ധക്കളത്തിൽ ആക്രമിക്കരുത്, ഒരു കുട്ടിയെ ആക്രമിക്കരുത്. ആരെ? ശത്രുക്കളുടെ ഭാര്യമാരെ പോലും നിങ്ങൾ ആക്രമിക്കരുത്, ശത്രുക്കളുടെ മക്കളെ പോലും നിങ്ങൾ ആക്രമിക്കരുത്. എന്നിട്ട് പിന്നീട് പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വചനം ആധുനിക ലോകത്തെ, അത്യാധുനിക ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അവരവരുടെ ഓഫീസുകളുടെ ഫ്രെയിമിട്ടുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ കൃഷി നശിപ്പിക്കരുത്, അവരുടെ സ്വത്ത് നശിപ്പിക്കരുത്. പ്രവാചകന്റെ ഉപദേശമാണ്. ഒരുത്തന്റെ കുപ്പാനിങ്ങളുടെ വീട് തകർക്കരുത്, അവരുടെ ഈത്തപ്പന മരം തകർക്കരുത്. ഇതല്ലേ ലോക നേതാവിന്റെ ഉപദേശം? അങ്ങനെയല്ലേ ചരിത്രത്തിലൂടെ കടന്നുപോയത്? എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ യുദ്ധക്കളത്തിലേക്ക് പോയ സ്വഹാബത്ത് തിരിച്ചു വരുമ്പോ ആ ശത്രുക്കൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം നബി തങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മാതൃകയുടെ വ്യക്തമായ മാതൃക. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക, അവിടുത്തെ മാതൃകകൾ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കുക, ആ നബി തങ്ങളെ സ്നേഹിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നല്ലതായിരിക്കുന്ന പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് മീലാദ് പരിപാടി കഴിഞ്ഞാലും ഇനിയുള്ള ദിവസങ്ങൾ സ്വലാത്തുകളിലൂടെ, മൗലിദുകളിലൂടെ നാടിനെ, വീടിനെ, പള്ളിയെ ധന്യമാക്കിക്കൊണ്ട് ആ പ്രവാചകനിലേക്ക് അടുക്കാൻ, ആ മദീനയിലേക്ക് അണയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവസരം ചുരുങ്ങിയത് കൊണ്ട് അവസരം നമുക്ക് കിട്ടിയാൽ അവസരത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പറഞ്ഞതും കേട്ടതും അവൻ കബൂലാക്കട്ടെ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരെ ഞങ്ങളുടെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಇವತ್ತಿನ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪ್ರಮುಖ ಭಾಷಣವನ್ನು ಮಾಡಿದಂತಹ ಕೊಡಾಜೆ ಜುಮ್ಮಾ ಮಸೀದಿಯ ಖತೀಬರಾದ ಅಬ್ದುಲ್